So now we are going to study about second method for concurrency control, which is based on timestamp ordering. So before explaining this second point, we already studied one of the method which can be used for concurrency control, that is two-phase locking, in which we said that every transaction execution phase is divided into two phases, and here we are using the concept of lock. In order to access each and every data, there will be a lock associated with it. So if a transaction want to perform a particular operation, first of all, it has to acquire that lock. Then only it can perform write or read operation. And one problem in two-phase locking is there is a chance of occurrence of deadlock. അപ്പോൾ കൺകറൻസി കൺട്രോൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റയെ ചിലപ്പോൾ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ഒരേ സമയം ആക്സസ് ചെയ്യാം. ദാറ്റ് മീൻസ് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. ഇഫ് യു ആർ ടേക്കിംഗ്, വി ഓൾറെഡി നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കോൺഫ്ലിക്റ്റ്. രണ്ട് ഓപ്പറേഷൻസ് കോൺഫ്ലിക്റ്റിംഗ് ആകുവാണെങ്കിൽ, ദാറ്റ് ഇസ് ദേ ആർ ഓപ്പറേറ്റിംഗ് ഓൺ എ സെയിം ഡേറ്റ, ആ സമയത്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ, ഹൗ വി ക്യാൻ അവോയ്ഡ് സച്ച് എ സിറ്റുവേഷൻ. The one method we studied is we can use two-phase locking, which is one of the method to do the concurrency control. And the second method is we are going to study the second method, that is based on the timestamp ordering. So before explaining this point, first of all we have to understand what is the meaning of a timestamp. Timestamp എന്ന് പറഞ്ഞാൽ എന്താണ്? Timestamp means we know that every transaction must be identified. ഒരു ട്രാൻസാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാകും. സോ ഹൗ യു വിൽ ഐഡൻറ്റിഫൈ എ ട്രാൻസാക്ഷൻ? നോർമലി എ ട്രാൻസാക്ഷൻ ഇസ് ഐഡൻറ്റിഫൈഡ് ബൈ യൂസിങ് എ ടൈം സ്റ്റാമ്പ്. ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് മെത്തേഡിൽ ഓരോ ട്രാൻസാക്ഷനെയും ഒരു യുണീക്ക് നമ്പർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് എ യുണീക്ക് ഐഡൻറ്റിഫയർ, വിച്ച് ഈസ് ആക്ച്വലി ക്രിയേറ്റഡ് ബൈ ദ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ എ ട്രാൻസാക്ഷൻ. അപ്പോൾ DBMS ഓരോ ട്രാൻസാക്ഷനും ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ആ ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് associated with each transaction there will be the value. Actually, what is the value? എങ്ങനെയാണ് നമ്മൾ ഇതിനൊരു ഐഡൻറ്റിഫയർ കൊടുക്കുന്നത്? There are two main methods are there. The first method is actually what we are doing in timestamp ordering is each transaction, as I said, has given a unique identification number. ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ യുണീക്ക് ആയിട്ട് ഓരോ ട്രാൻസാക്ഷനും കൊടുക്കുന്നുണ്ട്. ഈ യുണീക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ച്വലി എ വാല്യൂ അസൈൻ ടു ദ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ in the order in which the transactions are submitted to the system. അതായത് ഒരു ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ, ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് വരുന്ന ഓർഡറിൽ തന്നെ വി വിൽ അസൈൻ എ നമ്പർ, എ വാല്യൂ. ഓക്കെ, സാധാരണ കേസിൽ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ we need to identify or we need to differentiate whenever two or more transactions are there. We need to identify in which order that particular transaction arrives. ഓരോ ട്രാൻസാക്ഷനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഇത് വന്ന ഓർഡർ ആദ്യം ആര് വന്നു, രണ്ടാമത് ആര് വന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ വാല്യൂ അസൈൻ ചെയ്യുന്നത് തന്നെ ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഒരു ട്രാൻസാക്ഷന് ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. Suppose T is a transaction. The time stamp for transaction T is denoted by this symbol. അപ്പോൾ ഈ TS of T എന്ന് പറഞ്ഞാൽ its meaning is that T is a transaction. It has the time stamp TS. TS is a short form of time stamp. അപ്പോൾ T എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പിനെ TS of T എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. TS of in bracket you will specify a particular transaction. ഇപ്പോൾ TS of T1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ്, TS of TI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ith ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ്. അപ്പോൾ അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് മെയിൻ ഇത്രയേ ഉള്ളൂ. ഓരോ ടൈം സ്റ്റാമ്പ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എ ടൈം സ്റ്റാമ്പ്? ടൈം സ്റ്റാമ്പ് ഓർഡറിങ് അൽഗോരിതത്തിൽ, അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന അൽഗോരിതത്തിൽ നമ്മൾ
if you want to if we have to assign timestamp to each and every transaction, ഓരോ ട്രാൻസാക്ഷനെയും നമ്മൾ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം സ്റ്റാമ്പ് എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് നോർമലി ഇറ്റ് ഈസ് ആക്ച്വലി എ വാല്യൂ വിച്ച് ഈസ് അസൈൻ ടു ദറ്റ് transaction, and that will indicate the starting time of the transaction. അപ്പോൾ ട്രാൻസാക്ഷൻ എപ്പോഴാണ് ഉണ്ടായത് അല്ലെങ്കിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഈ ടൈം സ്റ്റാമ്പ് തരുന്നത്. It is normally denoted by TS. In short, we can call a timestamp in TS. In bracket, we can specify the transaction. And another point about this timestamp ordering method is that if you are implementing the concurrency control using the timestamp or timestamp ordering, it will not use any lock. Two-phase locking ആണ് ഞാൻ പറഞ്ഞ പോലെ കൺകറൻസി കൺട്രോളിനുള്ള ഒരു ടെക്നിക്ക് നമ്മൾ പഠിച്ചത്. അവിടെ ലോക്കൊക്കെ ഓരോ ഡേറ്റയ്ക്കും അസോസിയേറ്റ് ചെയ്ത് ലോക്ക് ഉണ്ടായിരുന്നു. ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ തന്നെ അവിടെ ഡെഡ് ലോക്കിനുള്ള ചാൻസസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് മെത്തേഡ് ദർ ഇസ് നോ ലോക്സ് ആർ ദെയർ. ഇവിടെ ലോക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല. അതിന് പകരം വി ആർ യൂസിങ് എ ടേം ദാറ്റ് ഈസ് കോൾഡ് ടൈം സ്റ്റാമ്പ്. ആൻഡ് we can also hence we can say that the deadlock will not occur in the timestamp ordering method. ഈ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു ഡെഡ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനേ ഉണ്ടാകുന്നില്ല. സോ ദാറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അബൌട്ട് ദ timestamp ordering. Next one is we know the meaning of so here we are going to discuss how we can assign the timestamp. അപ്പോൾ timestamp introduction പറഞ്ഞു, it is a unique identifier which is given to each and every transaction. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ യുണീക്ക് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഓരോ ട്രാൻസാക്ഷനും? ഫസ്റ്റ് മെത്തേഡ് ഈസ് വി ക്യാൻ യൂസ് എ കൗണ്ടർ. നമുക്ക് നിങ്ങൾ ഡിജിറ്റലിൽ പഠിച്ച പോലെ കൗണ്ടർ വെച്ചിട്ട് നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ വരുന്നതിനനുസരിച്ച് ആ കൗണ്ടറിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. That is initially the counter value will be 0. So when first transaction arrives into the system, that particular counter will be incremented. A counter value it will be assigned to the transaction. Second transaction വരുമ്പോൾ കൗണ്ടറിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വാല്യൂ 2 ആകും. ദാറ്റ് 2 വിൽ ബി അസൈൻ ടു ദ ട്രാൻസാക്ഷൻ. അപ്പോൾ കൗണ്ടറിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് ആണ് കറണ്ട് വാല്യൂ ഓഫ് ദ കൗണ്ടർ വിൽ ബി അസൈൻഡ് ആസ് ടൈം സ്റ്റാമ്പ് ഫോർ എ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ. അതാണ് ഒരു മെത്തേഡ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നതിനനുസരിച്ച് ഇഫ് യു ആർ യൂസിങ് എ കൗണ്ടർ ടു അസൈൻ ഹൂസ് വാല്യൂസ് അസൈൻഡ് ആസ് എ ടൈം സ്റ്റാമ്പ്, ദ ടൈം സ്റ്റാമ്പ് വാല്യൂ ഫോർ ദ ട്രാൻസാക്ഷൻസ് വിൽ ബി ലൈക്ക് 1, 2, 3, 4 എക്സെട്ര. ഓക്കെ, അപ്പോൾ അതാണ് ഒരു മെത്തേഡ്. ഈ ടൈം സ്റ്റാമ്പ് എങ്ങനെയൊക്കെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അതിലൊരു മെത്തേഡ് കൗണ്ടർ യൂസ് ചെയ്യുക. കൗണ്ടറിൻ്റെ വാല്യൂ ആദ്യം നമ്മൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കൗണ്ടർ നമുക്കറിയാം അത് ഇറ്റ് വിൽ കൗണ്ട്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ കൗണ്ടറിൻ്റെ വാല്യൂ 1 ആകും. അപ്പോൾ ആ വാല്യൂ ആയിരിക്കും, ആ കൗണ്ടറിൻ്റെ വാല്യൂ ആയിരിക്കും ദ ടൈം സ്റ്റാമ്പ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ. സെക്കൻഡ് ട്രാൻസാക്ഷൻ വരുമ്പോൾ കൗണ്ടർ ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് ആ കൗണ്ടറിൻ്റെ വാല്യൂ ആയിരിക്കും സെക്കൻഡ് ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ്. അങ്ങനെ പോകും. ആൻഡ് വി ഓൾസോ നോ ദാറ്റ് എ കൗണ്ടർ നോർമലി ഹാസ് എ മാക്സിമം വാല്യൂ. നമ്മൾ ഒരു കൗണ്ടർ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൗണ്ടർ നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ മാക്സിമം ആ കൗണ്ടറിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ വരാം. ഫോർ എക്സാമ്പിൾ 16 ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റീച്ചിങ് ദ 16 ഇറ്റ് ഹാസ് ടു റീസെറ്റ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ മാക്സിമം വാല്യൂ, ഇപ്പോൾ 16 എന്ന് പറഞ്ഞത് ആസ് എൻ എക്സാമ്പിൾ. സോ യു ഹാവ് ടു ഇമാജിൻ എ കൗണ്ടർ ദാറ്റ് വിൽ കൗണ്ട് അപ് ടു എ മാക്സിമം വാല്യൂ. കുറച്ചും കൂടി ഒരു വലിയ വാല്യൂവിൻ്റെ കൗണ്ടേഴ്സ് ഒക്കെ ആയിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഐ എം ജസ്റ്റ് എക്സ്പ്ലെയിനിങ് വിത്ത് വൺ സ്മോൾ എക്സാമ്പിൾ. ആൻഡ് പിന്നെ കൗണ്ടറിന് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആഫ്റ്റർ റീച്ചിങ് ദ മാക്സിമം വാല്യൂ വി ഹാവ് ടു റീസെറ്റ് ദ കൗണ്ടർ. ആൻഡ് നോർമലി ദ റീസെറ്റിംഗ് വിൽ ബി ഡൺ വെനെവർ നോ ട്രാൻസാക്ഷൻസ് ആർ എക്സിക്യൂട്ടിംഗ് ഫോർ സം ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതായത് കുറച്ച് നേരത്തേക്ക് ഒരു ട്രാൻസാക്ഷനും വരുന്നില്ല, അങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ദ കൗണ്ടർ വാല്യൂ വിൽ ബി റീസെറ്റ് ടു 0. അപ്പോൾ അങ്ങനെയാണ് ഈ കൗണ്ടർ വെച്ചുള്ള ടൈം സ്റ്റാമ്പ് സെറ്റിംഗ് നടക്കുന്നത്. Second method is that we can also use the current date and time which can be used which is set by the system clock which can be set as this time stamp. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടൈം സ്റ്റാമ്പ് സെറ്റ് ചെയ്യാനായിട്ട്
whenever a transaction is created, ആ ട്രാൻസാക്ഷൻ ഉണ്ടായ ടൈമും ഡേറ്റും ആ കോമ്പിനേഷനെ നമുക്ക് ടൈം സ്റ്റാമ്പ് ആയിട്ട് സെറ്റ് ചെയ്യാം. ആൻഡ് വിച്ച് വിൽ എൻഷുർ ദാറ്റ് നോ ടു ട്രാൻസാക്ഷൻസ് വിൽ ഹാവ് ദ സെയിം വാല്യൂ ഓഫ് ടൈം സ്റ്റാമ്പ്. ഒരിക്കലും ടൈം സ്റ്റാമ്പിന് സെയിം വാല്യൂ വരുന്നില്ല. കാരണം അറ്റ് എ ടൈം ഓൺലി വൺ ട്രാൻസാക്ഷൻ വിൽ ബി ജനറേറ്റഡ് ആൻഡ് ഇറ്റ്സ് ഡേറ്റ് ആൻഡ് ടൈം വിൽ ബി യുണീക്ക് ടു ദാറ്റ് പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഓൺലി. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോക്ക്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ സിസ്റ്റം ടൈം. അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് രീതിയിൽ നമുക്ക് ടൈം സ്റ്റാമ്പിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഫസ്റ്റ് വാല്യൂ ഈസ് വി ക്യാൻ യൂസ് എ കൗണ്ടർ. ദ സെക്കൻഡ് മെത്തേഡ് ഈസ് വി ക്യാൻ യൂസ് ദ സിസ്റ്റം current date and time value can be set or can also be set as the timestamp. Next one is we have to study about the method that is used for concurrency control, and that is called timestamp ordering algorithm. അപ്പോൾ ഇനി നമ്മൾ പതുക്കെ ആ അൽഗോരിതത്തിൻ്റെ കൺസെപ്റ്റിലേക്ക് വന്നു തുടങ്ങുന്നു. ഈ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ ദ മെയിൻ ഐഡിയ ഓഫ് ദിസ് ടൈം സ്റ്റാമ്പ് ഓർഡറിങ് അൽഗോരിതം ഇസ് ദാറ്റ് whenever we are considering, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ട്രാൻസാക്ഷനിൽ സപ്പോസ് എ ഷെഡ്യൂൾ ഇസ് ഗിവൺ, ഹൗ ക്യാൻ യു സേ ദാറ്റ് എ ഷെഡ്യൂൾ ഇസ് സീരിയലൈസബിൾ? ഒരു ഷെഡ്യൂൾ സീരിയലൈസബിൾ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ചുള്ള ഡെഫിനേഷൻ പഠിച്ചതാണ്. എ ഷെഡ്യൂൾ ഇസ് സെഡ് ടു ബി സീരിയലൈസബിൾ if the execution, if the order of the transaction is equivalent to any serial transaction. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഷെഡ്യൂളുണ്ട്, ആ ഷെഡ്യൂളിൽ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ട്രാൻസാക്ഷൻസ് ഉള്ള ആ ഷെഡ്യൂള് സീരിയലൈസബിൾ ആകണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഈക്വലൻറ്റ് ടു എനി ഓഫ് ദ സീരിയൽ ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ പഠിച്ച എക്സാമ്പിളിൽ വി കൺസിഡർ ടു ട്രാൻസാക്ഷൻ T1 ആൻഡ് T2. ഈ T1 ആൻഡ് T2 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ സീരിയൽ മാനറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ. വൺ ഇസ് ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് T1, do all the transactions of the operations in T1 which is followed by all the operations in T2. അത് ഒരു സീരിയൽ ട്രാൻസാക്ഷൻ. സെക്കൻഡ് സീരിയൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ T2 ഓപ്പറേഷൻസ് ആദ്യം ചെയ്യുക, ദാറ്റ് ഈസ് ഫോളോഡ് ബൈ ഓൾ ദ ഓപ്പറേഷൻസ് ഇൻ T1. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇതൊന്നും അല്ലാത്ത ഒരു കൺകറൻറ്റ് ഷെഡ്യൂൾ തരുവാണെങ്കിൽ അത് സീരിയലൈസബിൾ ആകണം എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഇറ്റ് ഷുഡ് ബി ഈക്വലൻറ്റ് ടു എനി ഓഫ് ദ സീരിയൽ ഷെഡ്യൂൾ. അതായത് നമ്മൾ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഹൗ വി ക്യാൻ ഡിഫൈൻ ദ മീനിങ് ഓഫ് സീരിയലൈസബിൾ. How can you say a schedule which consists of a series of transactions, how can you say that it is a serializable one? But here ഈ ടൈം സ്റ്റാമ്പ് ഓർഡറിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ട്രാൻസാക്ഷനും ഓരോ ടൈം സ്റ്റാമ്പ് ഉണ്ട്. So in the case of time stamp ordering, a schedule is said to be serializable if all the transactions are executed in a serial order. Okay, in the order of their time stamp value. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ദാറ്റ് എൻ്റെ കയ്യിൽ ഒരു 10 ട്രാൻസാക്ഷൻസ് ഉണ്ട്. 10 ട്രാൻസാക്ഷൻസ് T1 to TN എന്ന് പറഞ്ഞ ഒരു 10 ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് അപ്പോൾ സപ്പോസ് so I have 10 transactions with me. T1, suppose it is the first transaction. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണ്, let the time stamp is 1. ഇത് T2, that is the second transaction, let its time stamp is 2. അങ്ങനെ like that, suppose the last transaction is T10, okay, and let its time stamp value is 10. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കയ്യിലുള്ള ട്രാൻസാക്ഷൻസ് എന്ന് വയ്ക്കുക. അപ്പോൾ ഇത് ഉണ്ടായ ഓർഡറിനനുസരിച്ചാണ് ഇതിൻ്റെ ടൈം സ്റ്റാമ്പ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ സപ്പോസ് വി ഹാവ് എ ഷെഡ്യൂൾ, നമ്മുടെ കയ്യിൽ എസ് എന്ന് പറഞ്ഞ ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂള് സീരിയലൈസബിൾ ആകണം എന്നുണ്ടെങ്കിൽ ആ ഷെഡ്യൂളിലുള്ള ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത ഓർഡർ ഈ ഓർഡർ തന്നെയായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ it should be same as any serial schedule എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. In the case of time stamp ordering, a schedule is said to be serializable if all the transactions are in the order of their time, or all the transactions are executed in the order of their time stamp values. അതായത് ടൈം സ്റ്റാമ്പ് ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഓർഡറിൽ തന്നെ നമ്മൾ പറയണ പോലെ അതിൻ്റെ ആ ഒരു അസെൻഡിങ് ഓർഡറിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഷെഡ്യൂളിനെ സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് പറയാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് കോൾഡ് ടൈം സ്റ്റാമ്പ് ഓർഡറിങ്. That means a schedule, if a schedule consists of n transaction, each of the transaction will have a time stamp.
the schedule S is said to be serial schedule if all the transactions are executed according to the timestamp values. So we can say this order as timestamp ordering. അതായത് അവരവൻ്റെ ടൈംസ്റ്റാമ്പിൻ്റെ ഓർഡറിലായിരിക്കണം ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ. ഓക്കെ, അങ്ങനെയായിരിക്കണം അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. So that is the basic idea of timestamp ordering algorithm. Next one is what is the main difference between the two-phase locking and timestamp ordering? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന രണ്ട് മെത്തേഡ്സ് ആണ് for concurrency control. First one is two-phase locking and the second one is timestamp ordering. Two-phase ലോക്കിങ്ങിൻ്റെ കേസിൽ അവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, we know that in the case of two-phase locking, a schedule is said to be serializable if it is equivalent to, if the schedule is equivalent to any of the serial schedule, okay, which allow the locking protocols. അപ്പോൾ two-phase ലോക്കിങ്ങിൽ ലോക്കിംഗ് പ്രോട്ടോക്കോൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അലൗ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഷെഡ്യൂൾ തന്നിട്ടുണ്ട്, അത് സീരിയലൈസബിൾ ആകണം എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ കണ്ടീഷൻ? ഇറ്റ് ഷുഡ് ബി ഈക്വലന്റ് ടു എനി ഓഫ് ദ സീരിയൽ ഷെഡ്യൂൾ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ സീരിയൽ ഷെഡ്യൂൾ. സോ ദിസ് ഇസ് ദ കേസ് ഓഫ് two-phase locking. And if you are comparing this one with the timestamp ordering protocol, for timestamp ordering in the case എന്താണ് വ്യത്യാസം? We can say that a schedule is said to be serializable. It should be equivalent to a particular serial order which corresponding to the order of transactions timestamp. അതായത് ടൈംസ്റ്റാമ്പ് ഓർഡറിങ്ങിൽ സീരിയൽ ഷെഡ്യൂൾ അല്ലെങ്കിൽ സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഓർഡറിൽ വേണം എക്സിക്യൂട്ട് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദ അൽഗോരിതം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈംസ്റ്റാമ്പ് ഓർഡറിങ് അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ടൈംസ്റ്റാമ്പ് ഓർഡറിങ് അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വി ഹാവ് ടു കൺസിഡർ സർട്ടൺ മെയിൻ പോയിന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ആസ് എ ബേസ് ഫോർ ദ ടൈംസ്റ്റാമ്പ് ഓർഡറിങ് പ്രോട്ടോകോൾ. ഇവിടെ സപ്പോസ് വി ഹാവ് ടു കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ആർ ദെയർ. അപ്പോൾ നമ്മൾ ഈ ഒരു അൽഗോരിതം വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ രണ്ട് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ്. സോ ഞാൻ പറഞ്ഞ പോലെ യു നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ്. കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന് 3 കണ്ടീഷനുണ്ട്, നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുമുണ്ട്. സോ നോർമലി കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് മേ ബി ട്രൈങ് ടു ആക്സസ് എ സെയിം ഡേറ്റ. ഒരൊറ്റ ഡേറ്റേനെയാണ് ഈ രണ്ടുപേരും രണ്ട് ഓപ്പറേഷൻസും ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. ആ രണ്ട് ഓപ്പറേഷൻസും രണ്ട് ട്രാൻസാക്ഷനിലെ ഓപ്പറേഷൻസ് ആയിരിക്കും. അതാണ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈംസ്റ്റാമ്പ് ഓർഡറിങ് അൽഗോരിതം എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സപ്പോസ് എനി കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ആർ പ്രസൻറ്റ് ഇൻ എ ഷെഡ്യൂൾ, the operations must be executed in the order and it does not violate the timestamp order. അപ്പോൾ ഇപ്പോൾ T1 T2 എന്ന് പറഞ്ഞ രണ്ട് ട്രാൻസാക്ഷൻ, രണ്ട് പേരും എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ ആക്സസ് ചെയ്യാനായിട്ട് നോക്കുവാണ്. അപ്പോൾ ഏത് ഓർഡറിൽ വേണം T1നും T2നും എക്സ് കൊടുക്കുന്നത്? അതിനു മുമ്പ് അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ T1ൻ്റെയും T2ൻ്റെയും ടൈം സ്റ്റാമ്പ് ആദ്യം നോക്കുക. ആരാണോ ആദ്യം വന്നത് അയാൾക്ക് ഫസ്റ്റ് കൊടുക്കുക, രണ്ടാമത് വന്ന ആൾക്ക് സെക്കൻഡ് കൊടുക്കുക. സോ നാച്ചുറലി ഇൻ അവർ റിയൽ ലൈഫ് ഓൾസോ വി ആർ ഡൂയിങ് ലൈക്ക് ദാറ്റ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞൊരു മീനിങ് ആണ്. ഫസ്റ്റ് ഇൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ ആൾക്ക് വേണ്ടി വരുവാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത് വി ഹാവ് ടു ചെക്ക് ദ ടൈം സ്റ്റാമ്പ് ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ആൻഡ് ഇഫ് ബോത്ത് ആർ ട്രൈങ് ടു ആക്സസ് ദ സെയിം ഡേറ്റ ഹിയർ വി ഹാവ് ടു പെർഫോം അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് ദ ടൈം സ്റ്റാമ്പ്. ടൈം സ്റ്റാമ്പിൻ്റെ ഓർഡറിൽ മാത്രം നമ്മൾ അവർക്ക് ഡേറ്റേനെ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുക. അപ്പോൾ അത് ആ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് ഈ അൽഗോരിതത്തിൽ വി ഹാവ് ടു കൺസിഡർ വൺ എക്സാമ്പിൾ. സപ്പോസ് ദ ഡേറ്റാബേസ് കൺസിസ്റ്റ് ഓഫ് ആൻ ഐറ്റം എക്സ് എന്ന് പറഞ്ഞ ഒരു ഡേറ്റ നമ്മുടെ ഡേറ്റാബേസിലുണ്ടെന്ന് വെക്കുക. അതിന് associated with the data x it has 2 timestamp values. അപ്പോൾ നമ്മളിപ്പോൾ ലോക്കിംഗ് പഠിച്ച മെത്തേഡല്ല, ഇവിടെ കുറച്ചും കൂടെ വേറൊരു സ്റ്റൈലിലാണ് ടൈം സ്റ്റാമ്പ് ഓർഡറിങ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അതിൽ ഓരോ ഡേറ്റയ്ക്കും അസോസിയേറ്റ് ചെയ്തിട്ട് രണ്ട് ടൈം സ്റ്റാമ്പ് വാല്യൂസ് ഉണ്ടായിരിക്കും. ഡേറ്റാബേസിലെ ഓരോ ഡേറ്റയ്ക്കും അസോസിയേറ്റ് ചെയ്തിട്ട് രണ്ട് ടൈം സ്റ്റാമ്പ് വാല്യൂസ് ഉണ്ടായിരിക്കും. ദ ഫസ്റ്റ് വൺ ഇസ് കോൾഡ് റീഡ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ്. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടി എസ് ഓഫ് എക്സ്. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ ഡേറ്റ ഒരുപാട് ട്രാൻസാക്ഷൻസ് റീഡും റൈറ്റും ഒക്കെ ചെയ്തിട്ടുണ്ടാകും.
A read TS of x means it is called read timestamp. അതായത് എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ ഒരുപാട് പേര് റീഡ് ചെയ്തിട്ടുണ്ടാകും. അതിൽ ഏറ്റവും വലിയ ടൈം സ്റ്റാമ്പ് ഏത് ട്രാൻസാക്ഷൻ്റെതാണ്, അതാണ് റീഡ് എക്സിൻ്റെ റീഡ് ടി എസ് അല്ലെങ്കിൽ റീഡ് ടൈം സ്റ്റാമ്പ്. ഓക്കെ, ഇപ്പോൾ എക്സ് ഇസ് എ ഡേറ്റ, എക്സ് മേ ബി ആക്സസ്ഡ് ബൈ മെനി അതർ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ടൈം സ്റ്റാമ്പ് ഓർഡറിങ്ങിൽ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ഒരു ടൈം സ്റ്റാമ്പ് ഉണ്ടാകും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഡേറ്റാബേസിലെ ഒരു ഡേറ്റയ്ക്ക് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് 2 ടൈം സ്റ്റാമ്പ്. ഓരോ ഡേറ്റയ്ക്കും 2 ടൈം സ്റ്റാമ്പ് ഉണ്ട്. അതിലൊന്ന് റീഡ് ടൈം സ്റ്റാമ്പ്, രണ്ടാമത്തത് റൈറ്റ് ടൈം സ്റ്റാമ്പ്. റീഡ് ടൈം സ്റ്റാമ്പ് മീൻസ് ദാറ്റ് എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് റീഡ് ചെയ്തിട്ടുണ്ടാകും. അതിൽ ഏറ്റവും ലാസ്റ്റ് റീഡ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ടൈം സ്റ്റാമ്പ് വാല്യൂ ഏറ്റവും കൂടിയ ട്രാൻസാക്ഷൻ ആരാണോ റീഡ് ചെയ്തത് അതിൻ്റെ ടൈം സ്റ്റാമ്പ് ആയിരിക്കും റീഡ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1 to 10 നമ്പേഴ്സ് ഉള്ള നിങ്ങളുടെ റോൾ നമ്പേഴ്സിൽ 1 to 10 റോൾ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. ഈ 1 to 10 റോൾ നമ്പേഴ്സിൽ സപ്പോസ് ദാറ്റ് എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ റോൾ നമ്പർ 1 ആക്സസ് ചെയ്തിട്ടുണ്ട്, റോൾ നമ്പർ 3 ആക്സസ് ചെയ്തിട്ടുണ്ട്, റോൾ നമ്പർ 5 ആക്സസ് ചെയ്തിട്ടുണ്ടെന്ന് വെക്കുക. ഓക്കെ, 1ഉം 3ഉം 5ഉം എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ ആക്സസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീഡ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആരൊക്കെയാണ്, ഏത് ടൈം സ്റ്റാമ്പ് വാല്യൂ ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത്? 5 എന്ന് പറഞ്ഞ റോൾ നമ്പർ, അയാളുടെ ടൈം സ്റ്റാമ്പാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ 5 ആയിരിക്കും റീഡ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ടൈം സ്റ്റാമ്പ് വാല്യൂ കൂടുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് യങ്ങസ്റ്റ് ആകും തോറും ടൈം സ്റ്റാമ്പിൻ്റെ വാല്യൂ കൂടി വന്നുകൊണ്ടിരിക്കും. 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ, 2 ടൈം സ്റ്റാമ്പിൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യങ്ങർ 1, അതായത് അത് കഴിഞ്ഞ് വന്ന ആളാണ് യങ്ങർ 1 എന്ന് പറയുന്നത്. അപ്പോൾ ആസ് ദ ടൈം നമ്മൾ ഓർഡർ കൂടുന്നതനുസരിച്ചിട്ട് യങ്ങർ 1ൻ്റെ ടൈം സ്റ്റാമ്പ് വാല്യൂസ് എപ്പോഴും കൂടുതലായിരിക്കും. സോ ദാറ്റ് ഈസ് 1 പോയിന്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. In the database associated with each data item, it will have 2 time stamps. ഒന്ന് read time stamp, ഒന്ന് write time stamp. Read time stamp എന്ന് പറഞ്ഞാൽ suppose x is a data, x may be accessed by different transactions and we have to take the largest time stamp among all the transaction. അപ്പോൾ എക്സിനെ റീഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആരൊക്കെയാണ്, അവരുടെ ടൈം സ്റ്റാമ്പ്സിനെ കമ്പയർ ചെയ്യുക. ഇതിൽ ഏത് ടൈം സ്റ്റാമ്പ് ഉള്ള ട്രാൻസാക്ഷൻ, ഏത് ടൈം സ്റ്റാമ്പാണ് ഏറ്റവും കൂടുതൽ, ആ ടൈം സ്റ്റാമ്പ് വാല്യൂ ആയിരിക്കും റീഡ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇൻ ദ സെയിം മാനർ വാട്ട് വിൽ ബി ദ മീനിങ് ഓഫ് റൈറ്റ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ ആരൊക്കെ റൈറ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് റൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അവരുടെ ഓരോ ട്രാൻസാക്ഷനും ടൈം സ്റ്റാമ്പ് ഉണ്ടായിരിക്കും. അവരുടെ ടൈം സ്റ്റാമ്പ്സ് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ആർക്കാണോ ഏറ്റവും വലിയ ടൈം സ്റ്റാമ്പ് ഉള്ളത്, ദാറ്റ് ടൈം സ്റ്റാമ്പ് വാല്യൂ ഈസ് അസൈൻഡ് ആസ് ദ റൈറ്റ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ്. അതായത് യങ്ങസ്റ്റ് ട്രാൻസാക്ഷൻ ആരാണോ ഉള്ളത് ആ ടൈം സ്റ്റാമ്പ് ആയിരിക്കും എക്സ് എന്ന് പറഞ്ഞ ഡേറ്റയുടെ റൈറ്റ് ടൈം സ്റ്റാമ്പ്. അപ്പോൾ ഈ 2 കാര്യങ്ങളുടെ ബേസിലാണ് ആക്ച്വലി ദിസ് അൽഗോരിതം വർക്ക്സ്. ഈ 2 കൺസെപ്റ്റ്, ഈ 2 പോയിന്റ്സ് they are used as the core points. So in order to explain the algorithm, first of all you have to understand what is the meaning of read timestamp of a particular data, write timestamp of a particular data. And we said that associated with each data item in the database there will be 2 timestamps. One will indicate one is called the read timestamp, the second one is called the write timestamp. റീഡ് ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഡേറ്റേനെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഏത് ട്രാൻസാക്ഷനാണ് റീഡ് ചെയ്തത് അയാളുടെ ടൈം സ്റ്റാമ്പ് ആയിരിക്കും ഈ എക്സ് എന്ന് പറഞ്ഞ ഡേറ്റയ്ക്ക് റീഡ് ടൈം സ്റ്റാമ്പ് ആയിട്ട് കൊടുക്കുക. റൈറ്റ് ടൈം സ്റ്റാമ്പ് മീൻസ് ദാറ്റ് എക്സ് എന്ന് പറഞ്ഞൊരു ഡേറ്റേനെ എത്ര ട്രാൻസാക്ഷൻസ് റൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ആരാണോ റൈറ്റ് ചെയ്തത് അയാളുടെ ട്രാൻസാക്ഷൻ വാല്യൂ ആയിരിക്കും എക്സിൻ്റെ റൈറ്റ് ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. So next we have to study the basic timestamp ordering algorithm. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ടൈം സ്റ്റാമ്പ് ഓർഡറിങ്ങിനെ കുറിച്ചുള്ള കുറേ ബേസ് മുതലുള്ള കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ആദ്യം ടൈം സ്റ്റാമ്പ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് ടൈം സ്റ്റാമ്പ് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ദെൻ വി എക്സ്പ്ലെയിൻഡ് ടൈം സ്റ്റാമ്പ് ഓർഡറിങ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി സ്റ്റഡി വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റീഡ് ടൈം സ്റ്റാമ്പ് ആൻഡ് റൈറ്റ് ടൈം സ്റ്റാമ്പ്.
പിന്നെ നമ്മൾ പതുക്കെ വരാൻ പോകുന്നത് based on all these factors we have studied, we have to explain the basic timestamp ordering. അപ്പോൾ ഇനി നമുക്ക് basic timestamp ordering എന്താണെന്നുള്ളത് പഠിക്കണം. അപ്പോൾ here suppose that so now we are going to study what is the meaning of basic timestamp ordering. In short, it is called TO. Basic timestamp ordering എന്ന് പറഞ്ഞാൽ suppose T is a transaction. T എന്ന് പറഞ്ഞൊരു transaction. ആ ട്രാൻസാക്ഷന് suppose it wants to issue an operation which is called read item x or write item x. That means that T എന്ന് പറഞ്ഞ ട്രാൻസാക്ഷന് x എന്ന് പറഞ്ഞ ഡേറ്റേനെ വേണം. So we know that the T will have a timestamp. എല്ലാ ട്രാൻസാക്ഷനും ഒരു ടൈം സ്റ്റാമ്പ് ഉണ്ട്. അപ്പോൾ ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷന് ഒരു പെർട്ടിക്കുലർ ടൈം സ്റ്റാമ്പ് ഉണ്ട്. അയാൾക്ക് ഇറ്റ് നീഡ്സ് ടു പെർഫോം എ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ ഓൺ എക്സ്. എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ എന്താണെങ്കിലും ആയിക്കോട്ടെ, ഇറ്റ് ഹാസ് ടു ഡു ദാറ്റ്. In the case of basic timestamp ordering, what it will do is that the timestamp value of T will be compared with the read timestamp or write timestamp. അപ്പോൾ ഏത് ഓപ്പറേഷൻ ആണോ അതിന് ചെയ്യാനുള്ളത്, റീഡ് ഓപ്പറേഷൻ ആണെങ്കിൽ വന്ന ആളുടെ ടൈം സ്റ്റാമ്പ്, അതായത് ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ്, അയാൾക്ക് വേണ്ട ഡേറ്റ ഏതാണ്, എക്സ് എന്ന് പറഞ്ഞ ഡേറ്റയാണ്, അതിൻ്റെ റീഡ് ടൈം സ്റ്റാമ്പ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് വന്ന ആളുടെ ടൈം സ്റ്റാമ്പ് കൂടുതലും എക്സ് എന്ന് പറഞ്ഞ ഡേറ്റയുടെ ടൈം സ്റ്റാമ്പ് വാല്യൂ കുറവുമാണെങ്കിൽ എക്സിനെ ഈ ഓർഡർ വയലേറ്റ് ചെയ്തിട്ടില്ല എന്നർത്ഥം. അതായത് നമുക്ക് എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഓരോ ട്രാൻസാക്ഷനും നമ്മൾ അസൈൻ ചെയ്ത് ഒരു ഡേറ്റേനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ടൈം സ്റ്റാമ്പിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കണം. ഇൻക്രീസിങ് ഓർഡറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് എക്സ് എന്ന് പറഞ്ഞ ഡേറ്റയുടെ റീഡ് ടൈം സ്റ്റാമ്പ് 1 ആണ്. വന്ന ട്രാൻസാക്ഷൻ്റെ ലെറ്റ് ഇറ്റ് ബി 2, ടൈം സ്റ്റാമ്പ് 2 ആണെങ്കിൽ വന്ന ആൾ പുതിയ ആളാണ്, ഇപ്പോൾ എക്സിനെ റീഡ് ചെയ്ത ആൾ പഴയ ആളാണ്. അപ്പോൾ ആ ഇൻക്രീസിങ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സിനെ റീഡ് ചെയ്ത ആളുടെ ടൈം സ്റ്റാമ്പ് വാല്യൂ 1 ആണ്, അതായത് എക്സിൻ്റെ ടൈം സ്റ്റാമ്പ് വാല്യൂ 1 ആണ്. വന്നിട്ടുള്ള ആളുടെ അയാളെക്കാളും എന്ത് വന്നാലും കൂടുതലാണ് എങ്കിൽ വി ക്യാൻ ദ ടൈം സ്റ്റാമ്പ് ഓർഡറിങ് വിൽ ബി മെയിൻറ്റെയിൻ. അതായത് അയാൾക്ക് എക്സിനെ റീഡ് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾ കൊടുക്കും. ഇൻ എനി വേ സപ്പോസ് ദാറ്റ് ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് കുറവാണ്. ഫോർ എക്സാമ്പിൾ ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് 4 ആണ്. അയാൾക്ക് എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ വേണം. Either it wants to perform the read or write operation on X. So what it will do is it will check the timestamp value. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡേറ്റയ്ക്കും ഓരോ ടൈം സ്റ്റാമ്പ് വാല്യൂ ഉണ്ട്, റീഡും റൈറ്റും ടൈം സ്റ്റാമ്പ് വാല്യൂ. അപ്പോൾ അവരുടെ റീഡ് ആൻഡ് റൈറ്റ് ടൈം സ്റ്റാമ്പ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കും. സപ്പോസ് റീഡ് ടൈം സ്റ്റാമ്പ് വാല്യൂ 3 ആണ്. അപ്പോൾ സോ ഇൻ മൈ എക്സാമ്പിൾ വാട്ട് ഐ എം ടെല്ലിംഗ് ഇസ് ദാറ്റ് സപ്പോസ് T has a time stamp value 4. It need to access it need to read or write a value x. So what it will do is x will have two timestamp is there. One is read timestamp, let it be 3, let it be 5. ഇതാണ് read timestamp. Write timestamp, let it be 6. അപ്പോൾ ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് 4 ആണ്. ടിക്ക് വേണ്ട ഡേറ്റ എക്സ് ആണ്. അത് എക്സ് വേണം എന്ന് പറഞ്ഞൊരു സിഗ്നൽ കൊടുത്തു. എക്സിനെ റീഡ് ചെയ്യാനാണെങ്കിലും റൈറ്റ് ചെയ്യാനാണെങ്കിലും ഇറ്റ് ഹാസ് 2 ടൈം സ്റ്റാമ്പ്. ഒന്ന് റീഡ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ്, എക്സിനെ ലാസ്റ്റ് ആരാണ് റീഡ് ചെയ്തത് അയാളുടെ ടൈം സ്റ്റാമ്പ്, അതാണ് എക്സിൻ്റെ റീഡ് ടൈം സ്റ്റാമ്പ്, അത് 5 ആണെന്ന് വെക്കുക. എക്സിനെ ലാസ്റ്റ് റൈറ്റ് ചെയ്ത ആളുടെ ടൈം സ്റ്റാമ്പ് 6 ആണെങ്കിൽ അതാണ് റീഡിൻ്റെ റൈറ്റ് ടൈം സ്റ്റാമ്പ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എക്സിനെ ടിക്ക് കൊടുക്കണോ വേണ്ടയോ? കൊടുക്കാൻ പറ്റില്ല, കാരണം വന്ന ആളുടെ ഓർഡർ 4 ആണ്. ഇവിടെ ഓൾറെഡി എക്സ് റീഡ് ചെയ്തേക്കുന്ന ആളുടെ ഓർഡർ ഒന്ന് 5ഉം ഒന്ന് 6ഉം ആണ്. അപ്പോൾ എങ്ങനെ വന്നാലും 4-നേക്കാളും 2ഉം കൂടുതലാണ്. അപ്പോൾ ആ ഒരു കേസിലാണെങ്കിൽ നമ്മൾ ടിക്ക് എക്സിന് കൊടുക്കില്ല. ദാറ്റ് ഈസ് ദ ഓർഡർ വിൽ നോട്ട് ബി മെയിൻറ്റെയിൻഡ്. നമ്മൾ എപ്പോഴും എങ്ങനെ വേണം കൊടുക്കാനെന്നാണ് പറഞ്ഞാൽ ടൈം സ്റ്റാമ്പ് ഓർഡറിങ്ങിൽ ടൈം സ്റ്റാമ്പിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ മാത്രമേ നമ്മൾ ഡേറ്റേനെ അലോട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എക്സിനെ യൂസ് ചെയ്ത ട്രാൻസാക്ഷനേക്കാളും കുറവുള്ള ടൈം സ്റ്റാമ്പുള്ള ട്രാൻസാക്ഷനാണ് വന്ന് ചോദിച്ചത്. സോ ദ ഓർഡർ ഇൻക്രീസിങ് ഓർഡർ വിൽ നോട്ട് ബി മെയിൻറ്റെയിൻഡ്. ഈ എക്സിനെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡിക്രീസിങ് ഓർഡറിലേക്കായിരിക്കും പോകുന്നത്. So the order will be violated and the execution of the transaction will not be done.
So that is called the basic timestamp ordering. അപ്പോൾ എക്സിന് അപ്പോൾ ടീനെ നമ്മളപ്പോൾ എന്ത് ചെയ്യും? ടീനെ നമ്മൾ അബോട്ട് ചെയ്യും. അബോട്ട് ചെയ്തിട്ട് പിന്നീട് ഒരു സമയത്ത് ടീനെ ഒരു പുതിയ ട്രാൻസാക്ഷനായിട്ട്, ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ക്രിയേറ്റഡ് ആസ് എ ന്യൂ ട്രാൻസാക്ഷൻ ലേറ്റർ. പിന്നീട് വീണ്ടും ഒന്നും കൂടെ ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഈ സെയിം ട്രാൻസാക്ഷൻ വേറൊരു ടൈം സ്റ്റാമ്പുമായിട്ട് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. പിന്നെ വൺ പ്രോബ്ലം ഇൻ ദ കേസ് ഓഫ് ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് പ്രോട്ടോകോൾ ഈസ് കാസ്കേഡിംഗ് റോൾ ബാക്ക്. നമ്മൾ ഓൾറെഡി കാസ്കേഡിംഗ് റോൾ ബാക്ക് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ, ഈ ഒരു കണ്ടീഷനിൽ ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷനെ നമ്മൾ അബോട്ട് ചെയ്യുക ചെയ്യുന്നത്. കാരണം ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് എക്സ് എന്ന് പറഞ്ഞ ഡേറ്റയുടെ റീഡ് ആൻഡ് റൈറ്റ് ടൈം സ്റ്റാമ്പിനേക്കാളും കുറവായതുകൊണ്ട് നമ്മൾ ടീനെ വേണ്ടാന്ന് വെച്ചു. വി ആർ അബോട്ടിങ് ഇറ്റ്. അപ്പോൾ ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ട്രാൻസാക്ഷൻസ് അപ്ഡേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ ടീനെ അബോട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ടീയിൽ നടത്തിയ അപ്ഡേഷൻസ് ടി വിൽ ബി റോൾ ബാക്ക്. ടീയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം റോൾ ബാക്ക് ചെയ്യും. അതായത് ടീയിൽ അപ്ഡേഷൻസ് എല്ലാം അൺഡു ചെയ്യും. അപ്പോൾ ടീനെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന T1 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെയും അൺഡു ചെയ്യണം. കാരണം ടീയിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ടീ ഇല്ലാതെ അൺഡു ചെയ്താൽ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അൺഡു ചെയ്യണം. T1നെ അൺഡു ചെയ്യുകയാണെങ്കിൽ T1നെ ഡിപ്പെൻഡ് ചെയ്യുന്ന T2നെ അൺഡു ചെയ്യണം, റോൾ ബാക്ക് ചെയ്യണം. T2 റോൾ ബാക്ക് ചെയ്യുവാണെങ്കിൽ T2നെ ഡിപ്പെൻഡ് ചെയ്യുന്ന T3നെ ചിലപ്പോൾ റോൾ ബാക്ക് ചെയ്യണം. സോ ഇറ്റ് ഈസ് കോൾഡ് എ കാസ്കേഡിംഗ് റോൾ ബാക്ക്, വിച്ച് ഇസ് ദ വൺ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ദ ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ്. അപ്പോൾ അതാണ് ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിങ്ങിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു ട്രാൻസാക്ഷൻ വരുവാണ്, ആ ട്രാൻസാക്ഷൻ എക്സ് എന്ന് പറഞ്ഞൊരു ഡേറ്റേനെ വേണമെങ്കിൽ ദ ടൈം സ്റ്റാമ്പ് ഓഫ് ദ ട്രാൻസാക്ഷൻ വിൽ ബി കമ്പയർഡ് വിത്ത് ദ റീഡിംഗ് ഓർ റൈറ്റിംഗ് ടൈം സ്റ്റാമ്പ് ഓഫ് ദ data item, and if the timestamp of the T is greater than that of the read X or write X timestamp, then T1 will be executed, otherwise T1 will be aborted. So T1 will be normally, it will roll back and it will be restarted later with new timestamp. And one problem here is that if T1 is rolled back, or the transaction associated with or depends on the T1, T should be rolled back. It should roll back. So all the transaction which depends on T1 should also roll back. So we have to continue this process. So this is called cascading rollback, which is one of the drawback of the basic transaction ordering. So now we are going to study about the basic timestamp ordering algorithm. In basic timestamp ordering algorithm, we can explain this algorithm as two steps. അപ്പോൾ ഈ അൽഗോരിതത്തിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓർഡറിൻ്റെ ബേസിൽ മാത്രം കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. ഓർഡർ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാതിരിക്കുക. So we can explain this algorithm as two cases. This is the first case. ഫസ്റ്റ് കേസിന് രണ്ട് പാർട്ടുണ്ട്, എയും ബിയും. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ ഒരു റൈറ്റ് ഐറ്റം എക്സ് ഓപ്പറേഷൻ റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് അയാൾക്ക് എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ റൈറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ടു പെർഫോം അപ്ഡേറ്റ് ഓപ്പറേഷൻ. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ, ഫസ്റ്റ് കേസ് ഈസ് ദാറ്റ് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണോ? ദാറ്റ് ഈസ് എക്സ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ്റെ റീഡ് ടൈം സ്റ്റാമ്പും റൈറ്റ് ടൈം സ്റ്റാമ്പും ടിയുടെ ട്രാൻസാക്ഷനുമായിട്ട് കമ്പയർ ചെയ്യും. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ ദിസ് കണ്ടീഷൻ. നമുക്കറിയാലോ എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ അസോസിയേറ്റ് ചെയ്ത് രണ്ട് ടൈം സ്റ്റാമ്പ് ഉണ്ട്, റീഡ് ആൻഡ് റൈറ്റ്. ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷനും ഒരു ടൈം സ്റ്റാമ്പ് ഉണ്ട്. അപ്പോൾ ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പും എക്സിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് ടൈം സ്റ്റാമ്പും തമ്മിൽ കമ്പയർ ചെയ്യുക. സോ ഇഫ് റീഡ് ടി എസ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ടി എസ് ഓഫ് ടി, അതായത് റീഡ് ടൈം സ്റ്റാമ്പിൻ്റെ വാല്യൂ കൂടുതലും വന്ന ആളുടെ ടൈം സ്റ്റാമ്പിൻ്റെ വാല്യൂ കുറവാണോ? ദാറ്റ് ഈസ് വൺ കണ്ടീഷൻ. ഓർ റൈറ്റ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ടൈം സ്റ്റാമ്പ് ഓഫ് ടി. നമ്മൾ വന്ന ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പിനേക്കാളും കൂടുതലാണോ റൈറ്റ് എക്സിൻ്റെ റൈറ്റ് ടൈം സ്റ്റാമ്പ്. ഇൻ ഇഫക്റ്റ് ഇത്രയേ ഉള്ളൂ, വന്ന ആളുടെ ടൈം സ്റ്റാമ്പ് അതിനേക്കാളും കൂടുതലാണോ റൈറ്റ് ടൈം സ്റ്റാമ്പ് അല്ലെങ്കിൽ റീഡ് ടൈം സ്റ്റാമ്പ്. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ടി വിൽ ബി അബോർട്ടഡ് ആൻഡ് റോൾ ബാക്ക്. ടീനെ ചെയ്യില്ല. ദാറ്റ് മീൻസ് ദാറ്റ് വന്ന ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് ചെറുതും അയാൾക്ക് വേണ്ട
അയാൾക്ക് വേണ്ട ഡേറ്റയുടെ റീഡ് ഓർ റൈറ്റ് ടൈം സ്റ്റാമ്പ് കൂടുതലുമാണെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കൂടുതലാണെങ്കിൽ ടീനെ അബോർട്ട് ചെയ്യും. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് വന്ന ആളുടെ ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് കൂടുതലാണ്, റീഡിൻ്റെയും റൈറ്റിൻ്റെയും ടൈം സ്റ്റാമ്പ് കുറവുമാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ടി ചോദിച്ചു ചെന്നത് ഏത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? റൈറ്റ് ഐറ്റംസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൈറ്റ് ഐറ്റംസ് ടിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ടാളുകളെയും വെച്ച് കമ്പയർ ചെയ്യണം. That is, timestamp of T should be compared with the read timestamp of X and write timestamp of X. If any of these conditions are violated, T will be aborted and rolled back. Otherwise, T can execute the write item X operation. That's the first case. Second case, suppose the operation that T want to do is read item X. T ki cheyenda operation read operation aanu cheyendadennundengil ഒരേ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. ടിയുടെ ടൈം സ്റ്റാമ്പും എക്സിൻ്റെ റൈറ്റ് ടൈം സ്റ്റാമ്പും കമ്പയർ ചെയ്യുക. റൈറ്റ് ടൈം സ്റ്റാമ്പ് ഇസ് ഗ്രേറ്റർ ദാൻ ടി എസ് ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ അബോർട്ട് ചെയ്യുക, റോൾ ബാക്ക് ചെയ്യുക, റിജക്ട് ദ ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ ചെയ്യാൻ അനുവദിക്കില്ല. അതർവൈസ് ഈ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ്, അതായത് വന്ന ടൈം സ്റ്റാമ്പിൻ്റെ വാല്യൂവും എക്സിൻ്റെ റൈറ്റ് ടൈം സ്റ്റാമ്പിൻ്റെ വാല്യൂവും ഈക്വൽ ടുവോ അല്ലെങ്കിൽ ഇയാൾ ലെസ്സോ ആണെന്നുണ്ടെങ്കിൽ read operation execute ചെയ്യുക. So that is the meaning of this timestamp ordering algorithm. ഇനി പലതരത്തിലുള്ള ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ്. ആക്ച്വലി ഇറ്റ് ഇസ് എ വേരിയേഷൻ ഓഫ് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് പ്രോട്ടോകോൾ. Here its point is that suppose T is a transaction and it issue a read item X or write item X. അതായത് ടി എന്ന് പറഞ്ഞ ഡേറ്റയ്ക്ക് ഒന്നുകിൽ എക്സിനെ റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് കണ്ടീഷൻ വിൽ ബി ചെക്ക്ഡ്. ടിയുടെ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് സപ്പോസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റൈറ്റ് ട്രാൻസാക്ഷൻ ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ്, then read or write operation will be delayed until T wrote the value of X. So here we are explaining what is the meaning of strict timestamp ordering. That is, as I said, it is a variation of basic timestamp ordering, and the strict timestamp ordering ensures two things. That is, first one is it is strict, that is recoverable, and it is serializable. അപ്പോൾ ഈ രണ്ട് പോയിന്റ് നമുക്കറിയാം, റിക്കവറബിളും ആയിരിക്കണം സീരിയലൈസബിളും ആയിരിക്കണം. അങ്ങനെ അത് എൻഷുർ ചെയ്യുന്നു ഈ സ്ട്രിക്റ്റ് ടൈം സ്റ്റാമ്പ് ഓർഡറിങ്. ദാറ്റ് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് സ്ട്രിക്റ്റ് ടൈം സ്റ്റാമ്പ് ഓർഡറിങ്. ഈ ഒരു കേസിൽ സപ്പോസ് ടി എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ, അയാളൊരു റീഡ് ഐറ്റം എക്സോ റൈറ്റ് ഐറ്റം എക്സോ, അതായത് എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ അയാൾക്ക് രണ്ട് ഓപ്പറേഷൻസ് എക്സിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് റീഡിങ് ഓർ റൈറ്റിംഗ്. സപ്പോസ് ടിക്ക് ഇതിൽ ഏതോ ഒരു കാര്യം വേണം, ലെറ്റ് ഇറ്റ് ബി റീഡിങ് ഓർ റൈറ്റിംഗ്. എന്താണെങ്കിലും നമുക്കറിയാം വാട്ട് വി ഹാവ് ടു ഡു ഈസ് ടി ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് ഇറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് എക്സിൻ്റെ റൈറ്റ് ടൈം സ്റ്റാമ്പ്. ഓക്കെ, റീഡിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും വന്ന ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പും എക്സ് എന്ന് പറഞ്ഞ ഡേറ്റയുടെ റൈറ്റ് ടൈം സ്റ്റാമ്പുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് വന്ന ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് സപ്പോസ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ടൈം സ്റ്റാമ്പ് ഓഫ് റൈറ്റ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ്, ദ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ വിൽ ബി ഡിലേഡ്. അപ്പോൾ തന്നെ നമ്മൾ എക്സിനെ റൈറ്റ് ചെയ്യാനുള്ള ഇത് കൊടുക്കുന്നില്ല. എന്തായാലും കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് വന്ന ആളുടെ ടൈം സ്റ്റാമ്പ് ഇപ്പോൾ ഉള്ള റൈറ്റ് ടൈം സ്റ്റാമ്പിനേക്കാളും കൂടുതലാകുമ്പോൾ അയാൾക്ക് നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മൾ എടുത്ത് അങ്ങ് കൊടുക്കുന്നില്ല, അപ്പം തന്നെ കൊടുക്കുന്നില്ല. ടി ഷുഡ് ബി ഡിലേഡ് അൺടിൽ എനി അതർ ട്രാൻസാക്ഷൻ ടി ഡാഷ് can draw the value of x such that the timestamp of t dash is equal to right timestamp of x. അപ്പോൾ ഇപ്പോൾ വന്ന ആളുടെ ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ റൈറ്റ് ടൈം സ്റ്റാമ്പിനേക്കാളും കൂടുതലാണ്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ ശരിക്കും കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിലും നമ്മൾ അപ്പോൾ തന്നെ എടുത്ത് ടിക്ക് എക്സിനെ റൈറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നില്ല. ടീനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം one condition we have to check is that is there any other transaction whose timestamp is equal to right timestamp of x.
എക്സ് എന്ന് പറഞ്ഞ ഡേറ്റയുടെ റൈറ്റ് ടൈം സ്റ്റാമ്പിന് ഈക്വൽ ടു ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ വരുന്നത് വരെ നമ്മളുടെ ടി എന്ന് പറഞ്ഞ ടൈം സ്റ്റാമ്പിനെ ഡിലേ ചെയ്യും. കാരണം ടിയുടെ ടൈം സ്റ്റാമ്പ് റൈറ്റിനേക്കാളും കൂടുതലാണ്. ഈക്വൽ ടു ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ വരുന്നവരെ അയാളുടെ ഓപ്പറേഷൻ റൈറ്റ് ഓപ്പറേഷൻ തീരുന്നത് വരെ എക്സിനെ ഡിലേ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏതെങ്കിലും ഓപ്പറേഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അയാൾക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അയാളുടെ ഓപ്പറേഷൻ കമ്മിറ്റോ അബോർട്ടോ ചെയ്ത് കഴിഞ്ഞിട്ടേ ടിക്ക് കിട്ടുകയുള്ളൂ. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് സ്ട്രിക്റ്റ് ടൈം സ്റ്റാമ്പ്. അപ്പോൾ ഈ അൽഗോരിതത്തിൽ ഒരിക്കലും ഡെഡ് ലോക്ക് ഉണ്ടാകുന്നില്ല. സോ ദാറ്റ് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ്. ഇനി നെക്സ്റ്റ് വൺ ഇസ് വൺ മോർ അൽഗോരിതം യു ഹാവ് ടു സ്റ്റഡി that is called Thomas-Wright rule. It is also a modification of basic timestamp ordering. അപ്പോൾ നമ്മൾ ഈ അൽഗോരിതം ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിങ് ഓൾറെഡി പഠിച്ചു. മെയിൻ പോയിന്റ് അവിടെ എന്ന് പറഞ്ഞാൽ പുതിയൊരു ട്രാൻസാക്ഷൻ വരുവാണെങ്കിൽ സപ്പോസ് അതിന് റീഡിങ്ങോ റൈറ്റിങ്ങോ നടത്തണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ചെക്ക് ഈസ് ഓൾറെഡി ഉള്ള ആ ഡേറ്റയുടെ റീഡ് ഓർ റൈറ്റ് ടൈം സ്റ്റാമ്പ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് വന്ന ആളുടെ ടൈം സ്റ്റാമ്പ് കൂടുതലാണെങ്കിൽ മാത്രം നമ്മൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അത് അബോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ഐഡിയ. Then what is the meaning of Thomas-Wright rule? ഈ Thomas-Wright rule എന്ന് പറഞ്ഞാൽ as I said it is a modification of timestamp ordering algorithm. It will not enforce the conflict serializability, but it will reject the fewer write operation. അതായത് ഇതുവരെ നമ്മൾ ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിങ് അൽഗോരിതത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ വരും, ആ ട്രാൻസാക്ഷൻ ടൈം സ്റ്റാമ്പ് കുറവാണെങ്കിൽ അപ്പോൾ തന്നെ അതിന് അബോർട്ട് ചെയ്ത് കളയും. അപ്പോൾ നമ്പർ ഓഫ് അബോർട്ട്സ് വിൽ ബി വെരി ഹൈ ഇൻ ദ കേസ് ഓഫ് ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിങ് പ്രോട്ടോകോൾ. അപ്പോൾ അതിന് വി ഹാവ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് അബോർട്ട്സ് മാക്സിമം കുറയ്ക്കാൻ നോക്കണം. അങ്ങനെയാണ് ഈ ഒരു റൂള് വന്നത്. ഈ റൂളിൽ എന്ന് പറഞ്ഞാൽ ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിങ്ങിന് ഒരു ചെറിയ മോഡിഫിക്കേഷൻസും കൂടെ വരുത്തുന്നു ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ അൺനെസസറി അബോർട്ട്. So we can see what happens. Suppose നമ്മൾ പറഞ്ഞ പോലെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷന് ഒരു ടൈം സ്റ്റാമ്പ് ഉണ്ട്, അയാൾക്ക് എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ റീഡിങ്ങോ റൈറ്റിങ്ങോ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ അൽഗോരിതത്തിന് ഈ മൂന്ന് റൂൾസ് ഉണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ സപ്പോസ് ദ ഓപ്പറേഷൻ ദാറ്റ് ദ ട്രാൻസാക്ഷൻ ടി വാണ്ട്സ് ഇസ് എ റീഡ് ഓപ്പറേഷൻ. അതായത് ഇപ്പോൾ ഒരു ടി എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ ആണ് പുതിയതായിട്ട് വന്നത്, അയാൾക്കൊരു ടൈം സ്റ്റാമ്പ് ഉണ്ട്. we will in the Thomas-Wright rule it will modify the right item x operation. അതായത് നമ്മുടെ ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിങ് അൽഗോരിതത്തിൽ ഈ റൈറ്റ് ഐറ്റം എക്സ് റൈറ്റ് ചെയ്യാനുള്ള ആ ഓപ്പറേഷൻ ഒരു ചെറിയ മോഡിഫിക്കേഷനാണ് ഇതിൽ വരുത്തിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ദാറ്റ് ഹിയർ ടൈം സ്റ്റാമ്പ് ടിയുടെ ടൈം സ്റ്റാമ്പും എക്സിൻ്റെ റീഡ് ടൈം സ്റ്റാമ്പും തമ്മിൽ കമ്പയർ ചെയ്യുക. ഈ റീഡ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ടൈം സ്റ്റാമ്പ് ഓഫ് ടി, ദെൻ അബോർട്ട് ആൻഡ് റോൾ ബാക്ക് ടി ആൻഡ് റിജക്ട് ദ ഓപ്പറേഷൻ. അതായത് വന്ന ആളുടെ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് കുറവ്, റീഡ് എക്സ് എന്ന് പറഞ്ഞ ടിക്ക് വേണ്ട എക്സ് എന്ന് പറഞ്ഞ ഡേറ്റയുടെ റീഡ് ടൈം സ്റ്റാമ്പ് കൂടുതലുമാണെങ്കിൽ ടീനെ അബോർട്ട് ചെയ്യുക, ടീനെ റോൾ ബാക്ക് ചെയ്യുക, അതിനെ റിജക്റ്റ് ചെയ്യുക. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടിയുടെ ടൈം സ്റ്റാമ്പ് സപ്പോസ് ഇറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ റൈറ്റ് ടൈം സ്റ്റാമ്പ്. എക്സ് എന്ന് പറഞ്ഞ ഡേറ്റയുടെ റൈറ്റ് ടൈം സ്റ്റാമ്പാണ് കൂടുതൽ, ടിയുടെ ടൈം സ്റ്റാമ്പ് കുറവാണെങ്കിൽ ഡു നോട്ട് എക്സിക്യൂട്ട് ദ റൈറ്റ് ഓപ്പറേഷൻ ബട്ട് കണ്ടിന്യൂ പ്രോസസ്സിങ്. നമ്മളപ്പോൾ തന്നെ അങ്ങനത്തെ കേസിൽ നമ്മൾ റൈറ്റ് ചെയ്യാനുള്ള ഓപ്പറേഷൻ മാത്രം നമ്മൾ പെൻഡിങ് വയ്ക്കും, ബാക്കി പ്രോസസ്സിങ് എല്ലാം അങ്ങനെ തന്നെ നടക്കും. സോ ഇതിൽ സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ടിയുടെ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് ചെറുതാണെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ അലൗ ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് വിൽ കണ്ടിന്യൂ ദ പ്രോസസ്സിങ്. തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഫസ്റ്റ് കണ്ടീഷൻ ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഡസ് നോട്ട് ഒക്കർ. അതായത് വന്ന ട്രാൻസാക്ഷൻ്റെ ടൈം കൂടുതലും റീഡ് ആൻഡ് റൈറ്റ് ടൈം സ്റ്റാമ്പിൻ്റെ വാല്യൂ കുറവുമാണെങ്കിൽ ദ റൈറ്റ് ഓഫ് റീഡ് ഓപ്പറേഷൻസ് വിൽ ബി പെർഫോം. റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇറ്റ് ഇസ് എ സ്മോൾ മോഡിഫിക്കേഷൻ ഫോർ ദ റൈറ്റ് ഐറ്റം എക്സ് ഓപ്പറേഷൻ. നമ്മൾ ബേസിക് ടൈം സ്റ്റാമ്പ് അൽഗോരിതത്തിൽ
ടി എന്ന് പറഞ്ഞ ഒരു ട്രാൻസാക്ഷന് എക്സിനെ റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും ചെക്ക് ചെയ്യണം. ഫസ്റ്റ് കാര്യം, വന്ന ആളുടെ ടൈം സ്റ്റാമ്പ് റീഡ് എക്സിൻ്റെ ടൈം സ്റ്റാമ്പുമായിട്ട് കമ്പയർ ചെയ്യുക. അതിനേക്കാളും കൂടുതലാണെങ്കിൽ റിജക്റ്റ് ചെയ്യും. റൈറ്റ് ടൈം സ്റ്റാമ്പിനേക്കാളും കൂടുതൽ ടൈം സ്റ്റാമ്പിനേക്കാളും കുറവാണെങ്കിൽ അങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഈ 2 കണ്ടീഷനുമല്ല, വന്ന ആളുടെ ടൈം സ്റ്റാമ്പ് കൂടുതലാണ് വെൻ കമ്പയർഡ് ടു ബോത്ത് റീഡ് ഐറ്റം ആൻഡ് റൈറ്റ് ഐറ്റം എക്സ് ടൈം സ്റ്റാമ്പ്, ദെൻ എക്സിക്യൂട്ട് ദ റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇതാണ് തോമസ് റൈറ്റ് റൂൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് we have to study in timestamp based concurrency control using timestamp ordering protocol. അവിടെ മെയിൻ ഇമ്പോർട്ടൻസ് ടൈം സ്റ്റാമ്പിനാണ്. ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, വന്ന ട്രാൻസാക്ഷന് എന്തെങ്കിലും ഒരു ഡേറ്റേനെ റീഡിങ്ങോ റൈറ്റിങ്ങോ നടത്തണം എന്നുണ്ടെങ്കിൽ ആ ഡേറ്റയുടെ ടൈം സ്റ്റാമ്പുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആ ടൈം സ്റ്റാമ്പിനേക്കാളും കൂടുതലാണ് പുതിയ ആളുടെ എന്നുണ്ടെങ്കിൽ മാത്രം അലൗ ടു റീഡ് ഓർ റൈറ്റ്, അതർവൈസ് ജസ്റ്റ് അബോർട്ട് ദം. അതാണ് ബേസിക് ഐഡിയ.